ദേവസ്വം ബോർഡ് അധ്യക്ഷൻ കെ ജയകുമാർ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ശബരിമല ഫെസ്റ്റിവൽ കൺട്രോൾ റൂം ദേവസ്വം ബോർഡ് നന്തൻകോടുള്ള ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രവർത്തിക്കും. അതുവഴി ഞങ്ങൾക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളും ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന റിയൽ ടൈം കാര്യങ്ങൾ അറിയാൻ പറ്റും, പരാതികൾ പരിഹരിക്കാൻ പറ്റും, ശബരിമലയുടെ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾക്ക് കാണാൻ പറ്റും. AI ക്യാമറയൊക്കെ വരികയാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്രമീകരിക്കാനും നിയന്ത്രിക്കാനും സാധിക്കത്തക്ക രീതിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് കണ്ടക്ട് ഓഫ് ദ ഫെസ്റ്റിവലിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി വരുമ്പോഴത്തേക്ക് ഇടത്താവളങ്ങൾ എന്നൊരു നല്ല മീറ്റിങ്ങിലൊക്കെ പറഞ്ഞു. ഇടത്താവളങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ നടത്തിയ ഇടത്താവളങ്ങളെ പറ്റി ഒരുപാട് പരാതിയാണ്. വേണ്ടത്ര മുന്നൊരുക്കങ്ങളില്ലാതെ കുറേ ഇടത്താവളങ്ങൾ സ്ഥാപിച്ചു. അത് മാറ്റിയിട്ട് പലയിടത്തും ഇപ്പോൾ ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ ക്ഷേത്ര ഉപദേശക സമിതികളോ വോളണ്ടറി സംഘടനകളൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ നടത്തിക്കോട്ടെ. പക്ഷെ ബോർഡ് നേരിട്ട് നടത്തുന്ന കുറച്ച് എണ്ണമുണ്ടെങ്കിലും കുറ്റമറ്റ ഇടത്താവളങ്ങൾ സ്ഥാപിക്കും. അഥവാ ഞങ്ങളുടെ ഇടത്താവളങ്ങൾ കുറ്റമറ്റതായിരിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണമുണ്ടായിരിക്കും, ടോയ്ലറ്റ് ഉണ്ടായിരിക്കും, വിരിവയ്ക്കാൻ സ്ഥലമുണ്ടായിരിക്കും, പാർക്കിംഗ് ഉണ്ടായിരിക്കും. ഇതെല്ലാമുള്ള സ്ഥലങ്ങളിൽ മാത്രം ദേവസ്വം ബോർഡ് കുറ്റമറ്റ രീതിയിലുള്ള ഇടത്താവളങ്ങൾ നടത്തും. പിന്നെ ദേവസ്വം ബോർഡ് അവിടെ എല്ലാം ഇപ്പോൾ നമ്മൾ മരാമത്തിൻ്റെ പണികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണെന്ന് നമ്മൾ ടെൻഡറൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനിയും ടെൻഡറുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാധാരണ ശബരിമലയിൽ പറയുന്നത് എന്താണെന്ന് പറയാം, എല്ലാം ലാസ്റ്റ് മിനിറ്റിൽ കൊണ്ടൊരു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്നൊക്കെ ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്. ഏതായാലും ഇപ്രാവശ്യം മുതൽ ഇനി അതിൻ്റെ ആവശ്യമില്ല. അവിടെ ടെൻഡറുകൾ നേരത്തെ നടത്തുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റാഫിനും പ്രൊട്ടക്ഷൻ വേണം, കരാറുകാർക്കും പ്രൊട്ടക്ഷൻ വേണം. അതുകൊണ്ട് ഒരു ടെക്നിക്കൽ ക്വാളിറ്റി ഓഡിറ്റ് ടീം എന്ന് പറഞ്ഞ ഒരു ടീമിനെ നമ്മൾ സജ്ജീകരിക്കും. ഒരു ഇൻഡിപെൻഡൻറ്റ് ടീം, ഇവിടെ ഉള്ളവരല്ല, പുറത്തുനിന്ന് റിട്ടയർ ചെയ്തവരോ വളരെ ഇൻറ്റഗ്രിറ്റി ഉള്ളതായിട്ട് പേര് കേട്ടവരോ ആയിട്ടുള്ള 3 എഞ്ചിനീയേഴ്സ് അടങ്ങുന്ന ഒരു റിട്ടയർഡ് ചീഫ് എഞ്ചിനീയർ, ഒരു റിട്ടയർഡ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, റിട്ടയർഡ് ഒരു സൂപ്രണ്ടിങ് എഞ്ചിനീയർ ലെവലിലുള്ള സിവിൽ, അങ്ങനെ 3 പേരടങ്ങുന്ന ഒരു ടീമിനെ നമ്മൾ ശബരിമലയിൽ നടക്കുന്ന സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകളുടെ ക്വാളിറ്റി ഓഡിറ്റ് ചെയ്തു തരാനായിട്ട് നിയോഗിക്കും. ഇത് ശബരിമലയിലെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കും. അല്ലാതെ ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് പരാതികൾ കടമെടുക്കുക എന്നുള്ളതല്ല. ഇറ്റ് വിൽ ബി മെയ്ഡ് മോർ അക്കൗണ്ടബിൾ ത്രൂ എ ക്വാളിറ്റി അഷുറൻസ് ഓഡിറ്റ് ടീം. കുറച്ചു കാലമായിട്ട് ശബരിമലയിൽ ശബരി തീർത്ഥം അഥവാ അതിന് തീർത്ഥക്കുളമില്ല. അവിടെ ഭസ്മക്കുളം എന്ന് പറഞ്ഞ തീർത്ഥമല്ല. കാരണം അത് വാസ്തുപരമായി ഏറ്റവും തെറ്റായ സ്ഥാനത്താണ് ഭസ്മക്കുളം പ്രവർത്തിക്കുന്നത്. കിഴക്ക് വടക്കേ മൂലയിലാണ് ഏത് ക്ഷേത്രത്തിൻ്റെയും തീർത്ഥം. പത്മതീർത്ഥം എന്തുകൊണ്ടാണ് കിഴക്ക് വടക്ക് മൂലയിൽ? അത് ആ ക്ഷേത്രത്തിന് ആനുപാതികമായിട്ട് അവിടെയാണ് വരേണ്ടത്. ശബരിമലയിൽ നിന്ന് മുമ്പ് ഇത് വേണമെന്നൊക്കെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷമൊക്കെ അത് നടത്താൻ ശ്രമിച്ചെങ്കിലും പല കാരണങ്ങളാൽ നടന്നില്ല. ഇപ്രാവശ്യം നമ്മൾ ഏതായാലും അത് വാസ്തുവിദ്യാ ഗുരുകുലത്തിനെ ഒരു കൺസൾട്ടൻ്റായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് വാസ്തുക്കാരെയും എക്സ്പേർട്സിനെയും ഒക്കെ ഒന്നും കൂടി കൺസൾട്ട് ചെയ്തിട്ട് എത്രയാണ് ഏറ്റവും മിനിമം സൈസിൽ അവിടെ കുളം ഉണ്ടാകേണ്ടത് അത് ഉണ്ടാക്കാനും ദേവസ്വം ബോർഡ് നേരിട്ട്, അതിന് സ്പോൺസറൊന്നും വേണ്ട. ഭഗവാൻ തീർത്ഥക്കുളം ഉണ്ടാക്കാൻ ബോർഡിന് സ്പോൺസറിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നേരിട്ട് വാസ്തുവിദ്യാ ഗുരുകുലത്തിന് ഒരു കൺസൾട്ടൻ്റാക്കി വെച്ചുകൊണ്ട് അടിയന്തരമായിട്ട് ആ പ്രവൃത്തികൾ ഏറ്റെടുക്കാനാണ് തീരുമാനം. സന്നിധാനത്താണ്. സന്നിധാനത്ത് തീർത്ഥമില്ലാത്ത ക്ഷേത്രമാണല്ലോ അത്. ഭസ്മക്കുളത്തിൻ്റെ തീർത്ഥമല്ല. അതോടുകൂടി എല്ലാ ഞങ്ങളുടെ ദുര്യോഗങ്ങളും മാറിക്കിട്ടും എന്നും കൂടിയാണ് എൻ്റെ വിശ്വാസം. ഇനി മറ്റൊന്ന് നമ്മൾ ദേവസ്വം ബോർഡ് അധ്യക്ഷനാണ് മാധ്യമങ്ങളെ കാണുന്നത്. ശബരിമലയിലെ പോരായ്മകളിൽ പരിഹാരം കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ശബരിമലയുടെ ശുചിത്വം, സുതാര്യത, കാര്യക്ഷമത എന്നിവ ഉറപ്പാക്കാനായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഒപ്പം അതിനിടയിൽ ഒരു പരാമർശം, ആഗോള അയ്യപ്പ സംഗമം നടത്തിയതുമായി ബന്ധപ്പെട്ട് അയ്യപ്പന് ഇനിയൊരു പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു.